ഈ കൊറോണ പീരീഡിൽ ഞാൻ മനഃശാസ്ത്രമാണ് പറയുന്നത്. കൊറോണ പീരീഡിൽ മദ്യം നിർത്തി എന്ന് പറഞ്ഞപ്പോൾ ചിലർ ആത്മഹത്യ ചെയ്തു. പോട്ടെ, ഇവിടെ തിയേറ്റർ അടച്ചിട്ടു, ഏതെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്തോ? ഇതൊന്നും ഈ സിനിമയൊന്നും അത്യാവശ്യമല്ല. നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം മുൻകൂട്ടി കാര്യങ്ങളെ കണ്ടു കളിച്ചില്ലെങ്കിൽ, ഞാൻ ഒ.ടി.ടി കൊടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ആ സംസ്കാരത്തിലേക്ക് വഴുതി മാറാതെ നമ്മൾ നോക്കേണ്ട നമ്മൾ ഉത്തരവാദിത്തം. നമ്മൾ ചെയ്തെന്താണ്, നല്ല കിടിലം സിനിമകൾ നിങ്ങൾ അവിടേക്ക് കൊടുത്തു. അത് കണ്ട് ആസ്വദിച്ച ജനങ്ങൾ വരും. വെറുതെ ഇനിയിപ്പോൾ ഒരു നല്ല സിനിമ ഇറങ്ങി ഇങ്ങോട്ട് വരിക, നല്ല പടം, അപ്പം നിങ്ങൾ ആലോചിക്കും, ഓ 2 ആഴ്ച കഴിഞ്ഞാൽ അതിപ്പോൾ ഒ.ടി.ടി വരില്ലേ. എല്ലാവരും ചിന്താഗതി അതാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്, പിന്നെന്താ, ഞാനിപ്പോൾ എക്സ് എന്ന് പറഞ്ഞ നടൻ്റെ കടുത്ത ആരാധകനാണ്. എക്സ് ഏത് പടമായാലും ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു. എൻ്റെ എക്സിന് ആദ്യത്തെ ദിവസം എത്ര കിട്ടി. അത് ചെറിയ ശതമാനം ആളുകളല്ലേ അങ്ങനെയൊക്കെയുള്ളൂ. ജനറലി ഒരാൾ എങ്ങനെയാണ്, പല ജോലിൻ്റെ ഇടയിലല്ലേ ഇത് ചെയ്യുന്നത്. 100%. അപ്പോൾ ഈ 2017 ശരിക്കും സന്തോഷം വേണ്ടിയിട്ട് ചെയ്തത് 2023 2030 മുൻകൂട്ടി കണ്ട് ചെയ്ത കാര്യങ്ങളാണ്. അത് അന്ന് പലർക്കും മനസ്സിലായി. ഇപ്പോഴും ഞാൻ ഒ.ടി.ടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് ഈ 2 വർഷം മുമ്പ് അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞോളൊന്നുമല്ല, ഒ.ടി.ടി വന്നിച്ചിട്ട് മലയാള സിനിമയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞതിന് ഇപ്പം മറുപടി കിട്ടിയില്ലേ. പക്ഷെ ആ കമൻറ്റ് എഴുതിയവൻ ഇപ്പം മറുപടി കിട്ടിയില്ലേ. ആലോചിച്ചു. അതേപോലെ ഇപ്പം ഞാൻ പറയുന്നത്, ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ മൾട്ടിപ്ലസ്. ഇനി അപ്പോൾ എന്ത് സംഭവിക്കും, കേരളത്തിൽ ഇപ്പോൾ സിനിമ എങ്ങനെ വരാൻ പോകുന്നത് അറിയോ? ഞാൻ മുൻകൂട്ടി പറയാം. ഇംഗ്ലീഷിലെ നല്ല കിടിലം സിനിമകൾ, ഹിന്ദിയിലെ കിടിലം സിനിമകൾ, തെലുങ്കിലെ രാജമൗലിൻ്റെ അങ്ങനെയുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകൾ, വെറും ബിഗ് ബഡ്ജറ്റ് സിനിമ പ്ലസ് നമ്മളെ താരങ്ങളുടെ ഏതെങ്കിലും ബിഗ് ബഡ്ജറ്റ് വന്നാൽ വന്നു. ഇങ്ങനെയായി ഇത് മാറും. അപ്പം ടോട്ടൽ ഈ കഥയിൽ ആർക്കാണ് നഷ്ടം? ചെറിയ താരങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് എല്ലാവരും നിർമ്മാതാക്കളായത്. അപ്പം അന്ന് ഞാനിതൊക്കെ ചെയ്യുമ്പോൾ, ഓ ഇവൻ നിർമ്മിക്കുന്നു, ഇവൻ അത് ചെയ്യുന്നു. ഇപ്പം ഇവിടെ ഉള്ളവർക്ക് എന്താ ചെയ്യുന്നത്? അവരും നിർമ്മിക്കുന്നു, അവരും സംവിധാനം ചെയ്യാൻ നോക്കുന്നു. ഇത് തന്നെയല്ലേ സന്തോഷമുണ്ട്. അതെന്തുകൊണ്ട് വരുന്നു? ഒരു നിർമ്മാത ഒരു നല്ലൊരു സിനിമയെ നിങ്ങളിപ്പോൾ സൂപ്പർ സ്റ്റാറാണ്, നിങ്ങൾക്ക് 6 കോടി, ഇയാളെയും ചിലപ്പോൾ മര്യാദയ്ക്കല്ല, ഫുള്ള് കിട്ടണം എന്നില്ല, വാട്ടവർ. അതേസമയം നിങ്ങൾക്കൊരു സാറ്റലൈറ്റ് റൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒ.ടി.ടി ഇത്ര പൈസ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്താ ചിന്തിക്കുക, നിങ്ങൾക്ക് 6 കോടി ഉണ്ടാവും. നിങ്ങൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സംവിധായകനെ വിളിക്കുന്നു, ചുറ്റും നിങ്ങൾ 1 കോടിക്ക് പടം ചെയ്യുന്നു, അവിടെ കൊണ്ടിട്ട് 20 കോടിക്ക് കൊടുക്കുന്നു. അതല്ലേ ലാഭം? 2 പ്രശ്നമാണ്. അതേസമയം ബിഗ് ബഡ്ജറ്റ് പടം വന്നു, 100 കോടിയാവും, അവിടെ നിങ്ങൾ ഇളകി, അത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർമ്മാതാവായിട്ട് ഇത് ചെയ്യും. കാരണം നഷ്ടം വന്നാൽ നിങ്ങൾ ട്രൗസർ കയറി നിങ്ങൾക്കറിയാം. ഇതാണ് സംഭവം. അപ്പോൾ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ താരങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവൻ്റെ പടത്തിൽ അഭിനയിക്കുക. പൊട്ടിയാൽ അയാൾ കുടുംബം ആത്മഹത്യ ചെയ്യുകയോ ജീവിക്കുകയോ എന്തോ ചെയ്യട്ടെ. പക്ഷേ ലോ ബഡ്ജറ്റ് സിനിമകളും ഫീൽ ഗുഡ് സിനിമകളും നമ്മൾ തന്നെ ചെയ്യാം. അപ്പം നമുക്ക് ആ കിട്ടുന്ന പൈസ മൊത്തം വന്നു. അതാണ് ഇപ്പം എല്ലാ നടന്മാരും നിർമ്മാതാക്കളെ ശരിക്കും പറയാൻ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ആ ശൈലിയല്ലേ ടോട്ടലി ചെയ്തിരിക്കുന്ന എല്ലാവരും. അല്ല, അങ്ങനെ വെറുതെ ആലോചിച്ച്. ഇനി ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ പ്ലസ് മൈനസ് മാത്രമല്ല, അതിനെങ്ങനെ ഓവർകം ചെയ്യാമെന്ന് കൂടെ പറയണം. അതാണ് അല്ലാണ്ട് വെറുതെ അതിനെ. അപ്പം ഞാൻ പറയുന്നു, ഇപ്പോഴും കംപ്ലീറ്റ് കൈവിട്ടിട്ടില്ല, വേണമെങ്കിൽ ചെയ്യാം, എഴുതി വെച്ചോ. മലയാള സിനിമ രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ, ഇതിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കുക. ഞാൻ പറയുന്നത്, ഒരു എഴുതി തീർത്ത സ്ക്രിപ്റ്റിലെ സിനിമ ചെയ്യുമെന്ന് ഇവിടുത്തെ നിർമ്മാതാക്കൾ താരങ്ങളൊക്കെ ഒന്ന് താരങ്ങളെ കാര്യം പോട്ടെ, അവർക്ക് പിന്നെ പടം പൊട്ടിയാലും ഇല്ലെങ്കിലും. ഇപ്പം ഞാനൊരു സൂപ്പർ സ്റ്റാറാണ്, എനിക്കിപ്പോൾ പടം വിജയിച്ചാലും പരാജയപ്പെട്ടാലും എനിക്കൊരു പൈസ ഇട്ടില്ല. എനിക്കിപ്പോൾ എന്ത് നടിക്ക് കിട്ടും, ക്യാമറമാനെ കിട്ടും, മേക്കപ്പ് മാനെ കിട്ടും, അല്ലെങ്കിൽ യൂണിറ്റ് അംഗങ്ങൾക്ക് കിട്ടും, പറ്റിച്ചു പോകണേ വേറെ വിഷയം കേട്ടോ. ഞാൻ പറഞ്ഞ സാധാരണ ഇതിൽ കൊടുക്കുന്നതാണ് കിട്ടും. നഷ്ടം പറഞ്ഞാൽ ഈ നിർമ്മാതാവിനെ വരുന്നുള്ളൂ, അല്ലാണ്ട് താരങ്ങൾക്ക് നഷ്ടം. അപ്പോൾ ബോധം ആർക്ക് വേണം? നിർമ്മാതാവിന് വേണം. ഈ നിർമ്മാതാക്കളായ ആൾക്കാരോട് എനിക്ക് പറയണത്, നിങ്ങൾ ഒരു 1.5 മണിക്കൂറിൻ്റെയൊക്കെ സിനിമയാക്കുക. അതിനനുസരിച്ച് കറക്റ്റ് സ്ക്രിപ്റ്റ് ചെയ്യേണ്ടത് ഞാനൊക്കെ ചെയ്താൽ, ഞാൻ സ്ക്രിപ്റ്റ് എഴുതി ഞാൻ ശരിക്കും അഭിനയിച്ചു പോകും എൻ്റെ വീട്ടിൽ തന്നെ, മറ്റുള്ളവർ. എന്നിട്ട് അതിൻ്റെ മുകളിൽ എഴുതും 25 സെക്കൻഡ്, മറ്റാർട്ടിസ്റ്റുകളെ നമ്മൾ അഭിനയിച്ചു പോകും, ഞാൻ ചെയ്തു പോകും 50 സെക്കൻഡ്. ഇങ്ങനെയാണ് ഞാൻ 2 മണിക്കൂർ 40 മിനിറ്റാണ് എൻ്റെയൊക്കെ വരുന്നത്. ആ 2:40 കൃത്യം വരും. അതിൽ പാട്ടിൻ്റെ എക്സ്ട്രാ ടൈം എഴുതി സ്റ്റണ്ട് സീൻ വെച്ചിട്ട് ഞാൻ 2:40. അതുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റ് ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു സീന് പോലും ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയതാണ്, എത്രയോ ആളുകൾ നിങ്ങളൊരു 2.5 മണിക്കൂറിൻ്റെ പടത്തിന് 5 മണിക്കൂർ എടുത്തിക്കും, പിന്നെ അത് കട്ട് ചെയ്യണമല്ലോ ഭഗവാനെ, ഇത് നല്ലൊരു പണിയാണ്. എന്നിട്ട് അവിടെ നല്ല ഒരു താരത്തിൻ്റെയൊക്കെ ഫുള്ള് കട്ടാവും. നിങ്ങൾ പല ഇൻ്റർവ്യൂവിലും കണ്ടിട്ടുണ്ടോ, ഞാൻ അഭിനയിച്ചു എൻ്റെ ഒന്നും കാണുന്നില്ലേ എന്നൊക്കെ വലിയ താരങ്ങളാണ് പറയുന്നത്. ഇങ്ങനെ ഫുള്ള് ഫൂട്ടേജ് കട്ട് ചെയ്യണം. ആ നിർമ്മാതാവിൻ്റെ നഷ്ടം ആലോചിച്ചൊക്കെ. 2.5 മണിക്കൂറിൻ്റെ പടം ഒരു സംവിധായകൻ 5 മണിക്കൂർ എടുക്കുന്നു. 50 ദിവസം കൊണ്ട് തീരേണ്ട സിനിമ 100 ദിവസമായി. ഈ 50 ദിവസം വന്ന നഷ്ടം ആര് കൊടുക്കും? ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പോൾ ശരിക്കും എന്താ വേണ്ടത്? എഴുതി തീർത്ത സ്ക്രിപ്റ്റ്. ഞാൻ പറയും മലയാള സിനിമ കംപ്ലീറ്റ് കൈവിട്ടിട്ടില്ല, പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ഞാൻ പറയുന്നതൊക്കെ വേസ്റ്റാണ്. കറക്റ്റ് എഴുതി തീർത്ത സ്ക്രിപ്റ്റ് 1.5 മണിക്കൂർ സിനിമയാക്കുക. സിനിമയിൽ പാട്ടിൻ്റെ ശരിക്കും പറഞ്ഞാൽ കൂടുതലും ഒരു പാട്ടോ, ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനെ ഇത് വരുന്നില്ല. ഒരു പാട്ടോ ഒരു തല്ലോ അങ്ങനെ
പിന്നെ ക്രൗഡ് സീന് മാക്സിമം കുറയ്ക്കുക. എന്നിട്ട് നിങ്ങൾ സിനിമ ചെയ്തു നോക്ക്. ഈ OTT-കാരനൊന്നും വേണ്ട, തിയേറ്റർ തന്നെ നിങ്ങൾക്ക് വർക്കൗട്ടാണ്. കാരണം അപ്പോൾ ഇത്രയും ദിവസങ്ങൾ വരില്ല. ഞാൻ പറയുന്നത് ഇവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ട് ഒരു സൂപ്പർ സംവിധായകൻ 11 ദിവസം കൊണ്ടിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരി, അത് അവരെ പൈസയ്ക്കായത്, അവനവൻ്റെ പൈസയ്ക്ക് ഞാൻ പോകട്ടെ. അപ്പം ഞാൻ പറയുന്നത്, അപ്പോൾ അങ്ങനെ സിനിമ ചെയ്യാം തീർച്ചയായിട്ടും. റൂമിന്റെ ഉള്ളിൽ ഫ്ലാറ്റിന്റെ ഉള്ളിൽ മാത്രമായിട്ട് ചെയ്യാം. അല്ല അതല്ല ഞാൻ പറയുന്നത്, പല സ്ഥലങ്ങളാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ 15 ദിവസം കൊണ്ടൊക്കെ സിനിമ ചെയ്യാൻ പറ്റും. കറക്റ്റ് 7 മണിക്ക് സ്റ്റാർ എത്തണം, 9 മണി വരെ 7 to 9 ആണ് നമ്മുടെ കണക്ക്. ഞാൻ റൂമിൻ്റെ ഉള്ളിൽ നിന്നല്ല ഞാൻ പറയുന്നത്, സ്ഥലങ്ങൾ വെച്ചിട്ട് ടൈമിലെല്ലാം ചെയ്തിട്ട് എല്ലാവരും പറഞ്ഞോണോ എനിക്ക് കഞ്ചാവ് അടിച്ചാലേ കാരവാനിൽ ഇരുന്നാലേ അഭിനയം വരും, ഇങ്ങനത്തെ ഇതൊന്നും അല്ലാതെ കറക്റ്റ് 7 മണിക്ക് ഒരാൾ എത്തുന്നു, 9 മണി വരെ ശരിക്കും വർക്ക് ചെയ്യുന്നു, എല്ലാവർക്കും ഒരു ആത്മാർത്ഥത. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ചോറെന്ന് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ, അതാണ് അടുത്ത് ഞാൻ പറയുന്നത്. ഒരു സിനിമ 15 to 20 ദിവസത്തെ ഷൂട്ട് തീർന്നിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഒരുത്തരം വേണം. ഈ ആത്മാർത്ഥത ഇല്ലായ്മയാണ് ഈ സിനിമയെ തകർക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും ഈ ആർട്ടിസ്റ്റുകളുടെ ആത്മാർത്ഥത ഇല്ലായ്മ. ഇപ്പൊ പണ്ഡിറ്റ് പറഞ്ഞു വെച്ചൊരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പോയിന്റാണ്. ആ പ്രൊഡ്യൂസർമാരെ സംരക്ഷിക്കുന്ന നിലയിൽ പറയുന്നവർ വളരെ ചുരുക്കമാണ്. സന്തോഷം, അതെനിക്ക് ഭയങ്കര ഹെറ്റ് ചെയ്തൊരു സാധനമാണ്. വളരെ ചുരുക്കമാണ്. അവര് പാവങ്ങളാണ്, അധ്വാനിച്ചുണ്ട്, അവരാണ് ആത്മഹത്യ. ഈ സിനിമ റിലീസ് സിനിമ പൊട്ടിയെന്ന് പറഞ്ഞ ഒരു നടൻ ആത്മഹത്യ ചെയ്യണ്ട, ഒരു ക്യാമറമാൻ ആത്മഹത്യ ചെയ്യണ്ട, അവർ അടുത്ത പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാനാ. മാത്രമല്ല പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നടന്റെ ഒരു ഡയലോഗ്, സംവിധാനം ശരിയല്ല, ഞങ്ങൾ പറഞ്ഞൊന്നും നിർമ്മാതാവ് മുഴുവനായി തന്നിരുന്നില്ല, അതുകൊണ്ട് അതിന്റെ ക്വാളിറ്റിയെ ബാധിച്ചു. ഇനി വിജയിച്ചാൽ എൻ്റെ സിനിമ ഹിറ്റായി, ഇനി മുതൽ ഞാൻ 6 കോടി എന്നുള്ളത് 16 കോടി ആക്കുന്നു. വിജയിച്ചാൽ ഫുൾ ഉത്തരവാദിത്വം നടന്. നായികനെ കുറിച്ചൊന്നും പിന്നെ ആരും പറയില്ല, നായിക എന്തോ ചെയ്യട്ടെ. നിങ്ങൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഏതെങ്കിലും ഒരു സിനിമ അതിൽ പോസ്റ്റർ ശ്രദ്ധിക്കണം, സന്തോഷ് പണ്ഡിറ്റിനോടൊപ്പം ആ നായികയുടെ ഫോട്ടോ ഞാൻ കൊടുക്കാൻ. നിങ്ങൾ എൻ്റെ ഏതെങ്കിലും ഒരു സോങ് കാണും, ഒരു ലവ് സോങ് എടുത്തോ, 90ഓളം സോങ് ഉണ്ട്, അത് സന്തോഷ് പണ്ഡിറ്റിന് ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സാധനമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ആ കുട്ടിക്കാണ് ഞങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മളെ കേരള സംസ്ഥാനത്ത് നിങ്ങൾ എൻ്റെ ഏത് സിനിമ എടുത്തു നോക്കുക, ആ നായിക കഥാപാത്രം ഉണ്ടെങ്കിൽ ആ സിനിമ അങ്ങനെ ഉണ്ടാവില്ല. അതേസമയം നിങ്ങൾ കണ്ട എത്ര സിനിമയുടെ സൂപ്പർ ഹിറ്റ് സിനിമയിൽ പോലും ആ നായികയെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ അങ്ങനെ തന്നെ ഉണ്ടാവും. കാരണം നായകനിൽ തുടങ്ങി നായകൻ്റെ ഹീറോയിസം, നായകൻ്റെ കാട്ടിക്കൂട്ടൽ, ഇതിൻ്റെ ഇടയിൽ നായികൻ്റെ റോൾ എന്താണെന്നറിയോ, 2 പാട്ട്, ഡാൻസ്, ഒരു ഡപ്പാങ്കൂത്ത്, ഇതൊക്കെയാണ് നായിക. അവസാനം നായകനെ കല്യാണം കഴിക്കുന്ന സംതിങ് അല്ല. ചില സിനിമകളുണ്ട്, ഞാൻ പറയുന്നത് നല്ലൊരു ശതമാനം സിനിമകൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പെൺകുട്ടികൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും, ഈ സ്ത്രീ ഓഡിയൻസും ബാക്കോട്ട് പോകും. ഇതൊക്കെ ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഓരോ വ്യൂവേഴ്സ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അധികം സ്ത്രീകൾ എത്ര പേര് അത് വ്യൂ ചെയ്യുന്നുണ്ട്, എത്ര സ്ത്രീകളുടെ കമൻസ് അതിൻ്റെ അടിയിൽ വരുന്നുണ്ട് നിങ്ങൾ നോക്കി നോക്കുക. കാരണം സ്ത്രീകൾക്ക് കൂടി